ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യണം, അത് നിങ്ങൾ വളരെ വ്യക്തമായി ചിരിക്കാതെ വളരെ സീരിയസ്നെസ് എന്ത് ചെയ്യണം, കളിക്കണം. ഒരു മിനിറ്റ്, ഒരു ഞാൻ 3 സെക്കൻഡ് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് ചെല്ലുക. നിങ്ങൾ 3 പേര്, നിങ്ങൾ 2 പേരും ഇതാക്കണ്ട, നീ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ, ഷമീറെ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുര്യാക്കോസിനോട് വീണ്ടും പറയണോ, ചിരിക്കണ്ട. ഓവറാക്കിയതിനുള്ള ഭവിഷ്യത്തിൽ ഷമീറിന് കിട്ടും. ഷമീറെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. നീ കളിക്കുന്നത് നിങ്ങളെ ഗാങ്ങിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു കോമൺ വ്യക്തിയോടല്ല, ഒരു പലതരത്തിലുള്ള സ്പിരിറ്റിനോടായിരിക്കാം. അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കരുത് ഷമീറെ. ഷമീറിനെ മാറ്റി നമുക്ക് ജാസിനെ ആക്കിയാലോ? അല്ല, ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷമീറിന് അത് കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. വക്കീല ഫിലിപ്പമില എന്നെ കളിക്ക് കൂട്ടിയല്ലേ ഞാൻ വക്കീല അല്ല ഓടിച്ചിട്ടോട് ഞാൻ ഒരു 3 സെക്കൻഡ് നിങ്ങൾ ചിരിക്കാണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോ ശരി വരാം. ഞാൻ പറയാണ്ട് ഇതിന് എന്ത് ചെയ്യരുത്, കൈ എടുക്കരുത്. ഓക്കെ, വിളിക്കാം. ഓക്കെ, വിളിച്ചോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 പ്ലീസ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ചിരിക്കരുത് പ്ലീസ്. ശരിയല്ല, ഇതെന്താ ഇത് നമ്മുടെ സീരിയസിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ, ഇതെങ്ങനെ അനങ്ങുന്നേ? ഇതാരും അനക്കുന്നല്ലേ? എന്താ റാപ്പറാ? കൈയെടുത്ത പ്രശ്നമുണ്ടോ? അതല്ല ഇതെന്ത് സൈറ്റാ? ചിരിക്കരുത്. അതെ, ഏതോ റാപ്പറ പേര് പോലെ ഉണ്ടല്ലോ. ഗുഡ് സ്പിരിറ്റ്. നിങ്ങൾ എന്താണെന്നറിയോ, അത് നിങ്ങളുടെ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയാണ് ഈ കാണുന്നത്. ഇല്ല. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ, ഇത് നീക്കാന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ പൊട്ട ബുദ്ധിയാണത്. ഞാൻ വീണ്ടും പറഞ്ഞോ, നിങ്ങളുടെ രോമങ്ങൾക്ക് പോലും ഇതിലൊരു വിശ്വാസം ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 4 ആളെ കൈ ഇതിൽ കൊള്ളുന്നില്ല. ഈ കോയിനില് ഇത് ചെറിയ കോയിനല്ല. ഇത് യൂസ്ലെസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഷമീർ പറഞ്ഞത്. അവരെ മാറ്റിയേ ഇതിപ്പോ നിങ്ങൾ കൈ എടുത്ത് ഇതിലെന്താ സംഭവം, ഇതിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പറയണതോട് നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് പരിചയമുള്ള ആളാണ്. അത് എനിക്ക് അറിയാൻ പറ്റാതെ എങ്ങടെ പോണത്, ഏത് രീതിയിലാണ് വരുന്നതെന്ന്. പക്ഷെ നിങ്ങളിത് ഇങ്ങനെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകില്ല. ഞാനൊന്നും ഇതാക്കുന്നില്ല. ഓക്കെ, വെച്ചോ. ആദ്യം മുതൽ കളിക്കാം. അല്ല, ഇതിനൊരു ഗ്ലാസ് അങ്ങനെ എന്തോ ഇല്ലേ? ഗ്ലാസിന്റെ മുകളിൽ പൊത്തിയൊക്കെ ഇല്ലേ? ഇല്ല, ഇത് മതി. നിങ്ങളിതപ്പോ ലാസ്റ്റ് കളിച്ച് അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് കളിച്ചതെന്ന് ഉദ്ദേശിച്ച അങ്ങനല്ല, അതിന് അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലത്തെ പദങ്ങളല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇതെപ്പ ചെയ്തു നീ ലാസ്റ്റ് കളിച്ചെന്ന് കളിമൈൻഡായിട്ട് മാത്രം വന്നതുകൊണ്ട് മുന്നോട്ട് പോവില്ല. ഒരു പുരോഹിതെന്ന രീതിയിൽ ഇതൊക്കെ പറയാൻ എനിക്ക് വളരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്. ഇല്ല, ഓക്കെ, സോറി സാർ. അത് നിങ്ങൾ സീരിയസ്. ഓക്കെ, ഒരിക്കലും അല്ല. അതിപ്പോ ഞാൻ തെളിയിച്ചു തരാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. സ്പിരിറ്റ് പ്ലീസ് കം.
Good spirit, please come. Good spirit, please come. Good spirit, please come. ഇല്ല. Please come. Good spirit, please come. കുര്യാക്കോസ് ചെയ്യുന്നതാ. Good spirit, please come. ഇതാ ചിരിച്ച് മാഷേ, ഒരു ചിരിച്ച്. ഇല്ല, അങ്ങനെ ഒരു മിനിറ്റ്, ഇതിപ്പോ നിങ്ങൾക്ക് ആരെ നയിക്കാൻ തോന്നുന്നു? കുര്യാക്കോസ് നയിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സോളിന് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ആരോട്? കുര്യാക്കോസ് വിളിച്ചാലും കുര്യാക്കോസിന്റെ വീട്ടുകാരനാണോ അത്? ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കോമഡി ആയിട്ട് നിങ്ങൾ എടുത്തു. ഇത് അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങള് മോശാട്ടാ. ഒന്നാമത്തെ കാര്യം ഇതിൽ ഗ്ലാസ്സെല്ലാം വെക്കുന്ന പരിപാടി ഉണ്ട്. നിങ്ങൾ ഗ്ലാസ് അത് നിങ്ങള് ഗ്ലാസ് കൊണ്ടുവന്നില്ല. അല്ല, ഞാൻ പറയണ ഒരു കാര്യം പറയട്ടെ. ഗ്ലാസ് ഇത് വെള്ളടിക്കാവുന്നല്ല. നമ്മള് ചിരിക്കരുത്. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ചിരിക്കരുത്. നമ്മൾ ഇത്രയും ഒരു ഈ ഒരു സ്പിരിറ്റുള്ള ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം. നിങ്ങൾ ഇനി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഇംപ്രഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ കൊടുക്കാം, ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ പേരെന്താന്ന് അറിയാൻ പറ്റുമോ? പേരല്ല. അല്ല, അതെന്താ അറിയോ, വളരെ ഡിസ്റ്റർബ്ഡ് ആണ് അത്. നിങ്ങളോട് പറഞ്ഞു അതെന്നോട് അതെനിക്ക് അറിയാൻ പറ്റുന്നോണ്ടാണല്ലോ ഞാൻ ഈ മെഴുകുതിരി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അല്ലേ? ആണോ? അല്ലെങ്കിൽ നീ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു? ഷമീർ, തമാശ വിട്, സീരിയസിലേക്ക് വാ. കം, കോമഡി ടൈം കഴിഞ്ഞു. പേടിപ്പിക്കല, പേടിക്കണം. നീ കളിക്കണത് നിഹാദിനോടോ അല്ലെങ്കിൽ കുര്യാക്കോസിനോടോ ജാസിനോടോ ഒന്നുമല്ല. പ്രയത്നം പറയരുത്, ആത്മാവിനോടാണ്. ഓക്കെ, ആത്മാവ് പല സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ നമുക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് പക്ഷെ ഞാൻ വീണ്ടും പറയാം, നിങ്ങളത് മനസ്സിരുത്തി സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. അത് എങ്ങനെ മരിച്ചു? ഇതൊരു ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഒരാള് ജനിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? നീ ജനിച്ചില്ലേ? കുര്യാക്കോസ് ജനിച്ചില്ലേ? ഞാൻ ജനിച്ചുകൊണ്ടാണല്ലോ കുര്യാക്കോസിന് മുമ്പിൽ നിൽക്കുന്നത്. കുര്യാക്കോസ് ഇപ്പോഴും ബാലരമ വെച്ചോണ്ടിരിക്കുക. കുര്യാക്കോസ് ബാലരമേന്നൊന്നും പുറത്തേക്ക് വാ. നമ്മള് വലിയൊരു ഇതിലേക്ക് പോയേക്കണേ. നമുക്ക് ഒന്നും കൂടി ഇട്ടിട്ട് നോക്കാം. അല്ല, ഇത് കളിച്ചു നോക്കാം. ഷമീറിനെ കണ്ടു കഴിഞ്ഞാൽ പ്രേതം പോയിട്ടൊരു അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് പോയിട്ട് ഒരാളും വരില്ലാണ്. നമുക്ക് മമ്മൂനെ വിളിച്ചാലോ? അല്ല, അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതിപ്പോ എന്റെ ആവശ്യമായിട്ടുണ്ട്. എന്ത്, ഇതൊരു ജെനുവിനാണ് എന്നുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ വിശ്വാസം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഈ ഷമീർ കുര്യാക്കോസില്ലേ. അല്ല, നിങ്ങൾക്കത് ഞാൻ പറയണോ, ഇത് കാണുന്ന ആർക്കാണെങ്കിലും ഒരു കളി കളിച്ചിട്ട് ഇല്ല, ഇത് കളി എന്നൊക്കെ ഇപ്പം പറയണം. ഇത്ര വിവരില്ലായ്മ ഒരു അലങ്കാരമായി കാണരുത് പ്ലീസ് ഷമീർ. കുര്യാക്കോസെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുര്യാക്കോസിനോട്. മുഖത്ത് നോക്ക് കുര്യാക്കോസ്, എന്റെ കണ്ണി നോക്ക്. എന്താ വന്നവരും നിന്നവരും ഒക്കെ ചിരിക്കുക. അല്ല, എന്നാ പിന്നെ മാറിക്കോ, ആള് മാറ്റാം. കുര്യാക്കോസ്, എന്റെ കണ്ണി നോക്ക്. കുര്യാക്കോസ് ഉണ്ടെന്നേക്കല്ലേ എടാ അഫീഫ, ആ ചെക്കൻ നോക്കിയാ, വണ്ടിയിൽ നോക്കിയാ, അവനെ വിളിച്ചിട്ട് വന്നേ ജാസി. ഒരിക്കലും കൂടി നമുക്ക് ഇത് ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ഒറ്റയ്ക്ക് വിടണ്ട. അത് വേണ്ട, അത്ര നല്ലതല്ല. ടോർച്ച് ഉണ്ടോ? ടോർച്ച് എന്നല്ല, ഓന്റെ കൂടെ ഒരാൾ കൂടി കണക്ക് പോവാ. നിങ്ങൾ പൊക്കോളൂ. നമ്പർ 1 പേടിത്തൊണ്ടൻ. പിന്നെ ഇവനെ അയക്കാൻ നിങ്ങള് ഇവന്റെ പേടി മാറ്റാനുള്ള മരുന്നുണ്ടായി അതില്. ഓന്റെ പേടി മാറ്റല്ലോ എന്റെ പണി. ഒന്ന് കൂട്ടിയിട്ടുണ്ടോ പെട്ടെന്ന്? ഞാൻ പറഞ്ഞറിയാം, വിശ്വാസമുള്ള ആൾക്കാർ വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ കളിക്കല്ല. നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഷമീർ ഇങ്ങനെ ഓവറാവണമെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, ആ സ്പിരിറ്റിനോട് നിങ്ങൾ എങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്താണെന്നറിയോ ഷമീറെ, അതിനോട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അല്ല, നമ്മൾ വിളിച്ചു വരുന്ന ലക്ഷ്യമാണല്ലോ.
അല്ലേ? ഇങ്ങോട്ട് വരാൻ പറയാം. മനസ്സിലാണോ? ഇത് ആദ്യം അല്ല, നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്താ അറിയോ, എനിക്ക് ചിരി വരാത്തത് എന്താണെന്ന് അറിയോ? മനസ്സിലായി ഞാൻ ചിരിക്കാത്ത മനുഷ്യനായതുകൊണ്ടല്ല, വിശ്വാസമുള്ള. ഞാൻ പോകണം. മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും ഒരാള് പോയിട്ട് ഒരു കൊടുന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ പെണ്ണിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കൂല. അല്ല, ഷമീറെ വീണ്ടും പറയണം. ഷമീറെ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വളരെ വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം. അല്ലെങ്കിൽ ഇത് ആൾക്കാർ വിചാരിക്കും ഇതൊരു ഉടായ്പാണ്, ഇതെന്തോ ഒരു ഇതാണ് വിചാരിക്കും. മനസ്സിലാണ്ട? നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു, ആ ആത്മാവിന് എന്താണ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അതൊരു ഭയങ്കര പ്രശ്നമാണ് കാര്യമാണ്. നിങ്ങൾക്ക് തമാശ അത് പ്രസൻസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതുപോലെ കോമഡി ആയിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടാക്കും മാത്രം ഇരുന്നാലോ? ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് കൂട്ടാനുള്ള ഒരു, ഞാൻ പറഞ്ഞ അംഗസംഖ്യ കൂടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ഒരുപാട് സാധനം. ഇതൊരു മിനിറ്റ്, നിങ്ങൾ വിചാരിക്കും ഇത് നീങ്ങിയതാന്ന് വിചാരിച്ചു, അല്ലെ? നീക്കിയെന്നാ വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലേ, ഒരു സോളിഡ് എവിഡന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ഇതിന്റെ ബാക്കിലുണ്ട്. ഓക്കെ, ശരിയായിരിക്കും, നിങ്ങൾ അങ്ങനെ നീക്കുന്ന പോലെ തോന്നാം. പക്ഷെ അതല്ല, അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് പെണ്ണ് വരുമോ, ആണിനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് ഇൻസൾട്ട് ചെയ്യണ പോലെയാണ്. എനിക്കറിയില്ല നമ്മളെ രണ്ടാളും എന്താ അറിയോ, നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് നോക്കിയേ. ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് നോക്കിയാ നിങ്ങള്. ഈ അറ്റ്മോസ്ഫിയർ നോക്കിയേ. ക്യാമറ അങ്ങോട്ടേക്കല്ല, ഓന് ക്യാമറ കാണുന്ന സീനാണ്. ഓനെ ക്യാമറ കാണിക്കണ്ട. എടാ മോനെ കാണാ, എന്റെ ബാക്കിലൂടെ പോയി. ക്യാമറ സീനല്ലേ, എനിക്ക് സീനല്ലേ? നീ ആടുന്നോ? അഖിൽ ബ്രോ കാണിക്കില്ല. നീ എന്റെ ബാക്കിൽ പോ. അഖിൽ ബ്രോ എന്റെ ബാക്കിൽ പോ. ആടുന്നോ? ജാസി ഇരിക്കുന്ന വേണ്ട, അവനെ വേണ്ട. ഇതൊന്നും പറഞ്ഞ ഇതെങ്ങനെയാണോ? നിനക്ക് നല്ല വിശ്വാസമുള്ളല്ലേ, നീ ഇത് കളിക്കുന്നതല്ലേ? എങ്ങനെയാന്ന് അതിന്റെ ഇപ്പൊന്ന് വെച്ചാല് ഇതിനെ മാറ്റണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫുള്ള് സീരിയസ് ആണ്, ഇതിലുള്ള കോമഡി കളിച്ചിരിക്കുക. അതായത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സോളിന് എന്താണെന്ന് അതിൽ ഇങ്ങോട്ട് നമുക്ക് വരുത്താൻ പറ്റും, പക്ഷെ വന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതിനില്ല. അത് വരുത്തുന്നില്ല. അതിപ്പോൾ എന്ത് കോമഡിയൊക്കെയാണ്, അത് റിസൾട്ട് ചെയ്യണ പോലെ തോന്നുന്നത് എനിക്കിതൊരു എക്സ്പീരിയൻസ്, ഇതിനൊരു ആംബിയൻസ് കണ്ടിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഓക്കെ, എന്നിട്ട് വളരെ സിൻസിയർ ആയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് വളരെ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓജോ ബോർഡിലായിരിക്കണം. കാരണം അതിലൂടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ 100% സീരിയസ് ആയി വേണം എന്ന് വെച്ചിട്ട് ഇതിലില്ലാത്ത ആൾക്കാർ പുറത്തു പോകും. പുറത്തു പോകും. ഇതിലുള്ളവർ മാത്രം മതി, എന്നാലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പ്രസൻസ്. കാരണം നമ്മൾ ആ ഒരാളെ ചിന്തിച്ചിട്ട് അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഒരു ആത്മാവിനെ പൂർണ്ണമായും ഇവിടെ കാണണം, അല്ലെങ്കിൽ അതിനോട് സംസാരിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് വേണം അതിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്. കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ സംഭവിക്കും. ഈ മെഴുകുതി അത്യാവശ്യമാണോ? അത്യാവശ്യം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നോക്കിയോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ശരി, എടുക്ക്. കുറച്ച് അങ്ങോട്ട്
ഫസ്റ്റ് കുഴപ്പമില്ല. ഇവിടെ നിൽക്കും. എനിക്ക് ഓർമ്മ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ആദ്യം മുതൽ കളിക്കാം. അല്ല, ആദ്യം മുതലേ വിളിക്കാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഞങ്ങൾ എങ്ങോട്ട് പരസ്പരം നോക്കിയേ, എൻ്റെ കണ്ണിലേക്ക് ഒന്ന് ഒരു 3 മിനിറ്റ് നോക്കിയേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കും ചിരി കയറുന്നില്ലല്ലോ, മനസ്സിലാവണ്ട? ഇതാണ് സീരിയസ്നെസ്. ഓന് ഓൾറെഡി ഇതിന് ഈ അഫീഫ് എന്ന് പറഞ്ഞാൽ ഓന് ക്യാമറേന്റെ മുന്നിൽ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓൻ ഓൾറെഡി ഇത് കുറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാരണം എന്താ, ഒരു എക്സ്പീരിയൻസും കൂടി ഒരാളുണ്ടെങ്കിലാണ് അത് കൂടി അത് വർക്കൗട്ട് ആവും. ഓന് ക്യാമറ മുന്നിൽ വരാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ അല്ലേ, നമ്മളെന്തെങ്കിലും ചിന്തിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അതിന്? ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും മൈൻഡ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്കായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരും ശ്രദ്ധ. ഓക്കെ, മനസ്സിലാണ്ട? സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോളിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഇത് നിങ്ങൾ ജെന്യുവനായിട്ട് എന്ത് ചെയ്യണം, വളരെ ജെന്യുവനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ലാഭമുണ്ടോടാ? ഓഫാക്ക്. റെഡി? റെഡി. സ്റ്റാർട്ട്. അത്യാവശ്യം കാണുന്നില്ല, അതോ റെഡി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 Good spirit, please come. 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 PR വന്ന Good spirit, please come. Good spirit please come. Please come. Good spirit Please come. Good spirit please come. Good spirit, please come. Good spirit, please come. PRS Spirit, Ra. Good spirit, please come. Good spirit, please come. Good spirit Raxo. Ram. spirit, PRAM. please come. good spirit, please come. കൈ വേണം എടുക്കണം. Good spirit please come. Yes, sir. റംസോ. Yes, ഇത് തന്നെ. Good spirit Please come. Good spirit please come. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കേ. Good spirit please come. Good spirit Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. റംസിയോ. റംസി. Good spirit please come. Good നമുക്ക് spirit ആദ്യം ഒരു കാര്യം Please ചെയ്യാം. come. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കാം. ആയ പറഞ്ഞ ഇത് ആള് ബ്രംസ് വരും. പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റംസ് ഇതെന്താണ് റാപ്പറാ PRAMSE വന്നത്. പ്രംസി പ്രംസി. ഓക്കെ പെണ്ണാ. പെണ്ണ അല്ല ഓ എനിക്ക് തോന്നുന്നത് ഒരു ആണാണ്. ഒരു എന്താ പേര്? 60 വയസ്സിന്റെ മേലൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രംസി എന്ന പേര് അല്ല പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മരിച്ച ആളുടെ പേര്. ആണോ? ചിരിക്കാൻ പറഞ്ഞു. അല്ല അങ്ങനെ എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ, പല പേരും പറയാം. ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മാഷെ. പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്കിത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? പരമേശ്വരൻ എനിക്ക് അയാളെ രൂപം കിട്ടുന്നുണ്ട്. അയാളെ രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഒരു പ്രായമുള്ള ഒരാളാണ്. ഓക്കെ, താടി നരച്ചിട്ടുണ്ട്, മുടിയും നരച്ചിട്ടുണ്ട്, കറുത്ത് വെളുത്തിട്ട്. എത്ര വയസ്സുണ്ട് നമുക്ക് ചോദിക്കാം. അയാൾക്കൊരു ഓക്കെ അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നു. അറിയൂ ഇംഗ്ലീഷ് ചോദിക്കാം. ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. പരമേശ്വരേട്ടന് ഇംഗ്ലീഷ് അറിയില്ല. എല്ലാം പറഞ്ഞതറിയോ, നമ്മള് ഒരു വരിയോ വന്നതോ അല്ല, അങ്ങനെ വീണ്ടും ചെയ്ത് കളിയാക്കരുത്. ഓക്കെ, പരമേശ്വരന് എത്ര വയസ്സെന്ന് നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു? അല്ല, ആദ്യം ഇത് വിളിക്കണ്ടേ? ഗുഡ് സ്ക്രിപ്റ്റ് പ്ലീസ് കം. ഗുഡ് സ്ക്രിപ്റ്റ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit please come. വന്നല്ല, ആള് വന്നില്ലേ? ആള് വന്നോ? ഒരു മിനിറ്റ്, എനിക്കത് ഫീൽ ചെയ്യണം വന്നത്. ഓക്കെ, ഫീൽ ചെയ്യുന്നില്ല. ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. കരണ്ട. Good spirit please come. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, അതിനെ പറയണ്ട. പരമേശ്വരേട്ടൻ വന്ന്. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു പരമേശ്വരേട്ടൻ? How old are you?
പരമേശ്വരൻ 58 വയസ്സ്. 58 വയസ്സ്. അപ്പൊ സൂസൈഡ് അപ്പൊ മരിക്കുമ്പോഴുള്ള പ്രായം 58. മരിക്കുമ്പോഴുള്ള പറയാനാണ് ഈ പറയുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കാം. ഹൗ ഡിഡ് യു ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. ഹൗ ഡിഡ് യു ഡൈ? How did you die? ഹൗ ഡിഡ് യു ഡൈ? കെയോ കെ അയ്യോ. കില്ലുടെ കില്ല്. അതായത് അതിന് അപവാദമാണെന്ന് പറയുന്നത്. ആരാ പരമേശ്വരേട്ടാ? അതെ, എന്തിനു കൊല്ലണം? എന്താ കാരണം ചോദിക്കാൻ പറ്റൂല നമുക്ക്. റീസൺ ചോദിക്കും. റീസൺ ഗുഡ് സ്പിരിറ്റ്. What is the reason of your killing? ഓക്കെ. ഇംഗ്ലീഷാണ് സ്പിരിറ്റിനോട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ പറയാം. ക്ലിയർ ആയിട്ട് ചീത്ത ചോദിക്കണം. പറയാൻ പറ്റില്ല. ചീത്ത പറയണ്ട. പറയണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി ഇത് പ്രൊഫസർ അല്ല, പീഡിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി നമ്മള്. ഞാനൊന്നും പറയുന്നത് ഒരു ആത്മാവിനോട് ചേർത്ത് വളരെ മോശമായി അല്ല, സംസാരിക്കുന്നു. അങ്ങനല്ല ഞാൻ. അല്ലേ? ഇല്ല സോറി. വാ. അപ്പൊ എന്തായിരുന്നു? ഗുഡ് സ്ക്രിപ്റ്റ് അല്ല ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് അല്ല, ഗുഡ്. എന്തിനു മരിച്ചു എന്നല്ലേ? വൈ ഡു യു ഡൈ? Why you die? അത് കില്ലെന്ന് പറഞ്ഞില്ലേ? ആര്? അപ്പൊ ഓക്കെ ആരാ കൊന്നേന്ന് ചോദിച്ചാലോ? ഓക്കെ. അല്ല എന്തിനാ കൊന്ന? ആരാന്നും ചോദിക്കരുത്. Why did you kill? ഇയാൾക്ക് ഭാര്യ മക്കളെ ഉണ്ടോന്ന് പറഞ്ഞോടെ നമുക്ക്? അല്ല, അത് നമുക്കറിയാം. ആവശ്യമില്ല. ഇതെന്താണത് സെൻസ്? എന്തിന് കൊന്നു? ഇതിമേലേക്കാണല്ലോ പോണ്. വൈ ഡിഡ് യു ഡൈ? മണി. മണിയോ എവിടെയാ? ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാള് പോരാ. നമുക്ക് വല്ല പെണ്ണിനെ ഏറ്റവും കിട്ടോ? ഞാൻ വീണ്ടും പറയണം എന്താന്ന് വെച്ചാല് അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. ഈ മരമൂലം കാണാൻ ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അയാള് നമ്മോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് ഞാൻ തോന്നുന്നോ നിങ്ങൾ ഒരു മന്ത്രവാദിയല്ലേ, ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. അല്ല, അനക്കിലൊക്കാൻ തുടങ്ങല്ലോ എന്റെ പണി. അല്ല, ഈ കളവനെല്ലാം കിട്ടിയിട്ട് എന്താ? ആ 60 വയസ്സായ വ്യക്തിക്ക് നമ്മോട് എന്ത് പറയാനുണ്ട് നമുക്കറിയണ്ടേ? എന്തിനാ അറിയുന്നത്? അല്ലെങ്കിൽ അയാളെ വെറുതെ വിളിച്ചു ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ല അത്. എന്നാ പറ. അല്ല, നമുക്ക് അടുത്താളെ വിളിച്ചൂടെ? അതാ വിളിക്കാനാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. അല്ല, അടുത്താളെ സെമിയറിന് ഫുൾ ടൈം പെണ്ണ് എന്നുള്ള വിചാരമുള്ളോ? അല്ല, അങ്ങനല്ല. അവന് കല്യാണം കഴിഞ്ഞോ? ഇങ്ങനെ ആരും കൊണ്ട് കൊടുക്കാറാ? ഇതിനൊരു വലിയ സത്യങ്ങൾ. ചേട്ടനല്ല കഴിഞ്ഞാ? ഏത് ചേട്ടന് ഇല്ല. പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കണം. അതൊന്നല്ല, സംഭവം കിട്ടിയില്ല. എനിക്ക് ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും. പക്ഷെ എനിക്ക് ആത്മാക്കളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരെന്തിനു മരിച്ചു. നിങ്ങൾ പ്രേതമായിട്ടാണ്? പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പെണ്ണ് പ്രേതമായിട്ടാ? പെൺപ്രേതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. ഓ, അപ്പൊ കളി തന്നെ. എന്ത് ഭാഷയാണത്? അല്ല, അങ്ങനല്ല. നിങ്ങളെ ഇത് ഒരു ആത്മാവിനെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. അല്ല, ശരിക്കും ആത്മാവിനെ അങ്ങനെ കളിക്കാൻ പറ്റുമോ? എനിക്ക് കമ്പിക്കത്ത് എഴുതാൻ പോകുന്നല്ലേ? എല്ലാ മാഷ അല്ല മാഷോ? എല്ലാ വക്കീല. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? ശുക്കൂറാ. അല്ല, ഫിലിപ്പ് എന്ന് എനിക്ക് പേര് വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ആത്മാക്കളോട് കിന്നരിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട് എന്റെ. എനിക്ക് അറിയോ? അതെന്താ? അതാ ഫിലിപ്പ്. കൊറേ ചോദ്യങ്ങളാണ് ചോദിക്കണം. കളിക്കാ. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമു. നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് അയാൾക്ക് മോളുണ്ടോ നോക്കി. അല്ല, ഞാനൊക്കെയാണ് മോളെ കെട്ടിച്ചരാ. അല്ല, അങ്ങനല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ ഇവിടെ കണ്ടിട്ട്? കോമഡി അല്ലാണ്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കോമഡിയൊക്കെ ഞാൻ കുറച്ച് രോമാഞ്ചെല്ലാം വരും, കുറച്ച് ദിവസം പഠിക്കുന്ന. നിങ്ങൾക്ക് ചിലപ്പോൾ 68 വയസ്സായതുകൊണ്ട് രോമാഞ്ചം വരാണ്ടിരിക്കണായിരിക്കാം. നമ്മൾ അങ്ങനെ സ്പിരിറ്റല്ല വന്നേക്കണേ.
നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി എങ്ങായിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ നോക്കാം. ഇപ്പൊ നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം ആറ്റം ചെറുക്കനെ തന്നെ ഇറക്കിക്കോ. വാ, ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ, എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ, വെച്ചോ. അപ്പൊ പെണ്ണിനെ കിട്ടാൻ ഇറങ്ങി വാടേ സുശീലേ. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ 60 വയസ്സുള്ള അല്ല, ഇത് പരമോട്ടൻ അയാളെ നമ്മ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. പരമോട്ട് കല്ലിന്റെ പണിയാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ, പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇത് പരിപാടി കൊണ്ടുവന്ന ഒരു മരമോട്ട നല്ല പെണ്ണുങ്ങളെ. പിന്നെ ഇയാളെ കാര്യം മന്ത്രി മിക്കവാറും വല്ല പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികളും ചെയ്യുന്നതായിരിക്കും. കാരണം നീ അവര് വരെ വെറുതെ ഞാൻ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് അങ്ങനെ ഇതാക്കല്. ഇങ്ങനെ ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ, നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? നമുക്ക് കളിക്കാം. അല്ല, ഒരാളല്ലേ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, അപ്പൊ ഒരാളല്ലേ വരുത്താൻ പറ്റുമോ? അതാണ് വന്നതിപ്പോ. 18 വയസ്സ് അയാൾ വേണം, 20 വയസ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ദുരാത്മാവാണ്. നല്ല കുര്യാക്കോസെ, ഇത് നമ്മള് ഈ ഇരുത്തിരുന്നാൽ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ കുര്യാക്കോസ് ഇതെന്താ ചീട്ട് കളിക്കാൻ വന്നിരിക്കുന്ന പ്രേതത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. കുര്യാക്കോസിനെ കണ്ടിട്ട് വന്ന ആൾക്കാർ പോയിട്ടുണ്ടാവോ? അവർക്ക് സംശയമുണ്ട്. കുര്യാക്കോസ് ഇതുവരെ അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതൊരു വയസ്സായ ആൾ ഇരിക്കുന്ന ഇരുത്തല്ലേ? ഇത് പരമോണ്ടെങ്ങാനും ശരിക്കണ്ട. ഇത് വിളിച്ചു വരുത്തുമ്പോ ആലോചിക്കണം. ചിരി തന്നെയല്ലേ ഉള്ളത്. ഇനി പരമോട്ടൻ നിങ്ങൾക്ക് എന്താ പണി? ജോലി ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമോ. അതായത് ആ കാല് താത്ര ഏതെങ്കിലും ഒരാൾ വന്ന് വേറെ എന്തെങ്കിലും കാണോ? നല്ല പോലെ അത് കാര്യമില്ല. ഷഡിന് കിട്ടൂല. ഞാൻ പറഞ്ഞ പറയാമോ, നമ്മുടെ അടുത്തേക്ക് വരാൻ ആരും ഇൻട്രസ്റ്റ് ആവുന്നില്ല. ഒന്നാമത്തെ എന്താ അറിയോ, നല്ല കാമം നല്ല കോമഡി. ആൾക്കാർക്ക് വരാനൊരു പെണ്ണാണെങ്കിലും വരാനൊരു പേടി ഉണ്ടാവില്ലേ? പ്രേതാണെങ്കിലും വരാൻ നമ്മൾ റെസ്റ്റോറന്റ് തുടങ്ങിയാന്നല്ലാണ് ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്നല്ലേ. അത് വിളിച്ചു വരുത്തുന്നത് അതിന് വരാനൊരു താല്പര്യം വേണ്ടേ? വരാൻ താല്പര്യപ്പെടാൻ എന്റെ സോഡാ കുപ്പി ഗ്ലാസും എന്റെ കമ്പി വർത്തനം കേട്ടുകൾ വരാതിരിക്കും. എന്നാ വാ, അടുത്തതിനെ പിടിക്കാം. മങ്കി കറി വരാല്ല. പോലീസിന്റെ സൗണ്ട് അതൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പോലീസിന്റെ സൗണ്ട് നോക്കിയാ റാമ്പ് നോക്കിയാ ആംബുലൻസോ പോലീസോ എന്തൊരു സൗണ്ട് കേട്ടോ. ഞാനും എനിക്ക് തോന്നണ ഇപ്പൊ ഇന്ന് മരിച്ച ഒരാളാ തോന്നണത്. ഏത് പരമേശ്വരൻ? ഇല്ല, ഇത് കൊറേ വർഷം മുന്നേ നടന്ന ഓക്കെ ആണോ? ആൾക്കാരുണ്ടോ? കണ്ട ലൈറ്റ് മാത്രമേ കാണുള്ളൂ. പേടിക്കണപ്പോ ഈ പരമോട്ടൻ ടോർച്ചടിച്ച് മരിച്ചായിരിക്കും. പോലീസ് നോക്കണേ, പോലീസ് അങ്ങനെ വരുന്നതിന്റെ ഓടണേ. മന്ത്രവാദി ഒന്നില്ല, പോലീസ് വന്നാൽ മുണ്ട് പൊക്കി ഓടിക്കോളാം. ഇത് നമ്മളെ ഇത് കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ? ഇതെല്ലാം കണ്ട അപ്പാടെ അടി കിട്ടും. ഏതാടാ നാളെ കക്ക ഇറങ്ങിയല്ലേന്ന് വെച്ചിട്ട് നിങ്ങൾ അടിക്കാം. നമ്മളെ അടുത്ത് പറയുന്ന പോലെ ഞാൻ ഫിലിപ്പങ്കിളിലാണ് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് പോയാൽ നല്ല നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെട്ടാ. ഇപ്പൊ നിങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്, ഇയാളൊരു ബോറിംഗ് സാധനം. മുത്തായത് ലൊക്കാൻഡും എല്ലാം എനിക്ക് നോക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കല്ലോ എന്ന് പറഞ്ഞ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാന്ന്? പെൻഷൻ കിട്ടിയോന്നാ? അല്ല എനക്ക് ഞാൻ നമ്മൾ തരാം. നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇറക്ക്. അല്ല ഈ ഭാഗത്ത് തന്നെ വേണമെന്നില്ല, ഏടുന്നില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്നാ മതി. ഇക്കണക്കിന് അണിറോസ് ഒക്കെ മരിച്ചു വല്ല തുക കൊടുക്കുന്നത്. എന്നാ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊന്ന് നോക്കാം. വേറൊരു സാധനം ഇത്
ഞാൻ കാര്യം ഇതെന്താ ഈ യെസ് നോ യെസ് നോ എന്ന് പറഞ്ഞാൽ ഇതെന്താ അല്ലല്ല യെസ് സൂര്യനും നോ ചന്ദ്രനും എങ്ങനെയാ? ഈ അത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മരിച്ചു ചോദിക്കില്ലേ, കൊന്നതാണോ അല്ല തൂങ്ങി മരിച്ചാണോ അങ്ങനെ ചോദിക്കുമ്പോൾ എസ് പറയും. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ നോണോ. ഇതൊരു ഗ്രഹങ്ങളാണ്, ഇത് കുറെ നക്ഷത്രങ്ങള്, ഇത് ഓരോ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താ പറയുന്ന അതിന് ട്രേഡിംഗ് ഒന്നല്ല. എന്താണ് ങ്ങളോടാണ് വെല്ലുവിളിക്കണത്. ഇതിനെ പറ്റിയൊരു ധാരണ ഇല്ല. ഈ ഫിലിപ്പൊക്കെ ഇജ്ജെല്ലാം പറയുന്നത് ഇതേ മലപ്പുറത്തെ കാക്കയല്ല ഇയാളെ ഇദ്ദേഹം മലപ്പുറത്തുള്ള ഞാൻ കാര്യം പറയാം. എന്നെ കുറിച്ച് നീ പാലാപ്പള്ളിയിൽ നിന്ന് അന്വേഷിച്ചു നോക്ക്. അവിടെ പേദങ്ങളോട് കഥ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. നീ അതാദ്യം മനസ്സിലാക്കി. ഷമീർ എന്റെ കമ്പി മൈൻഡ് കൊണ്ട് ഒരാളും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇല്ല ചാറ്റ് ചെയ്യാ. അല്ല നമുക്ക് പരമേശ്വരന് എന്തിനാണ് മരിച്ചു മണി തരല്ലേ? ഇയാളെ കമ്പി കഥ കിട്ടോ നമുക്ക്? എന്താണ് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് വിഷയം വേണ്ട. ഇത് ഇയാളെ മരിച്ച കഥ അയാളുടെ ഒരു പ്രായം വെച്ച ആൾക്ക് അങ്ങനെ ഉണ്ടാവോ? ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം അയാളോട്. എന്താ ചോദിക്കുക? ഇയാളെ ലൈനാ അല്ല ചിക്ക് ഉണ്ടോ അങ്ങനെ എന്താ ചോദിക്കാം. അല്ലെങ്കിൽ എത്ര പരമോട്ടന്റെ ബോഡി കൗണ്ട് എത്രയാന്ന് നോക്കാം. അതായത് ജീവിതകാലം മൊത്തം ഈ 58 വയസ്സ് വരെ എത്ര പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബോഡി എന്താ ചെയ്യാത്ത അയാൾ ചെയ്തിട്ടുണ്ടാവല്ലോ. ഇത് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം? എത്തിക്സ് എന്ത് നിങ്ങൾ ഇതെന്താ ഗുഡ് സ്പിരിറ്റ് അല്ല സോറി, ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ആള് പ്രശ്നങ്ങൾ വരുമ്പോഴേ ഗുഡ് സ്പിരിറ്റ് ഹൗ മച്ച് ഈസ് യുവർ ബോഡി കൗണ്ട്? സീറോ വെർജിനായതിന്റെ സങ്കടത്തിൽ മരിച്ചായിരിക്കടാ. അല്ല അപ്പൊ ആര് പൈസ എടുത്തു മണിക്ക് വേണ്ടിട്ടാണ് കൊന്നക്കണത്? അപ്പൊ ഞങ്ങൾക്ക് ഭാര്യ മക്കളും ഇല്ല. ഇയാളെ വേണ്ട. ആരെ? ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഈ 10-68 വയസ്സുള്ള ഇയാളെ ഞാൻ വിചാരിച്ചത് ഞാനത് വിചാരിച്ചു നീ അത്രയും നല്ലൊരു വ്യക്തിനെ കുറിച്ചിട്ടാണ് നീ ഇത്ര വളരെ മോശമായിട്ട് പറഞ്ഞത്. അയാൾ ട്രൈ ചെയ്ത് കിട്ടായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതാ. ഇവൻ ഒരു പരമമായിട്ടാണ് മരിക്കാൻ പോകുന്നത്. ജൂനിയർ പരമായിരിക്കും. അതാണ് അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായത്. പോയിന്റല്ലേ? ഒരു മാസം കൊണ്ട് അല്ല നമ്മള് വിചാരിച്ചു കുര്യാക്കോസാണ് പരമോട്ടനായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷെ ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഞാൻ പറയുന്നത് പരമൊന്നും തോന്നില്ലടാ. പരമ ഇതിനെക്കാട്ടി വൃത്തിണ്ടാവില്ലേ? ഇത് വീടുള്ള ആർക്കും ബാധിക്കുക ഈ സംഭവം. അല്ല ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നില്ലപ്പോ ഇതിന് പറഞ്ഞൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കണത്. ഈ പരമേശ്വരൻ വന്ന വീടാ ഇയാള് വീടുണ്ടാ? ഇവിടെ ഉണ്ട്. അല്ലക്ക് തോന്നുന്നത് എന്തായാലോ പരമേശ്വരന് കേറാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജ് ഓന്റെയാണ്. അതിന്റെ പല്ല് കണ്ടോ തന്നെയാണ്. അല്ല അണ്ടാ ഓനല്ലാന്ന് പറയാൻ ശ്രമിക്കണം. ഞങ്ങൾ ആരും ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ നീ എല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. മനസ്സിലായ കാക്ക തേങ്ങാപ്പൂള് കണ്ടതിന്റെ പല്ലിനെന്ന് ഇവർ കുറ്റം പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പരമോട്ടം മേത്ത് കയറുന്ന പറഞ്ഞത്. പരമോട്ടം മേത്ത് കയറാ ഇതെന്താണ് പാമ്പാ? അല്ല ഒരു ഇപ്പത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആരും എന്തില്ല ഒരു പരമോട്ടന്റെ സാമീപ്യമുള്ള ഒരാളല്ല. കുറച്ചും കൂടി ഓനെയാണ് ഉള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് പേടിക്കണം എന്റെ മേത്ത് കയറില്ല. അല്ല ഈ 4 ആൾക്കാണോ വരിക? അതിന്റെ വീടുള്ള ആർക്കും വേണമെങ്കിൽ വരും. ആർക്കും വേണേലും വരാം. ആർക്കും വേണേലും വരാം. ഏയ് അത് പരമോട്ടനല്ല. അങ്ങനെ ഒരു
പെട്ടെന്ന് ഞാൻ മൊത്തത്തിൽ എന്തോ ഇങ്ങനെ ആദ്യത്തെ മൊല്ലാക്കാൻ്റെ അത്തയാത്തിൽ ഇരിക്കണ്ടല്ലോ അവന്. ഇത് അത്തയ്യാത്തിന് വളയിട്ട പോലെ ഉണ്ട്. പരമോട്ടന്റെ ബോഡിയല്ലേ അത്? അല്ല ഇവിടെ ആമ്പ്രോ നീ കുറി ഉണ്ടായിരുന്നില്ലേ? ഇതിന്റെ പരമായിട്ട് നീ ചിത്രം വരക്കോ? അപ്പൊ അല്ല ഈ ഇവന്റെ ബോഡി കൊണ്ട് മോലെ 0 അല്ല ഇത്ര കാലമായിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാലേ നമുക്ക് ഈ അല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ബോഡി കൊണ്ട് എത്രയാ ഞാൻ സന്യാസിയല്ലേ, എനിക്ക് പറ്റില്ലല്ലോ. അല്ല മറ്റേ അച്ഛനല്ലേ? ഇല്ല അല്ല ഞാൻ അച്ഛനാണ്. ഞാൻ പ്രേതങ്ങളോടാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ, ഇയാൾക്ക് പെണ്ണൊന്നും കിട്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതായത് എന്താന്ന് ഈ പ്രേതങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രേതങ്ങളെല്ലാം പിടിച്ച് എന്റെ കഥ എന്റെ ഇയാള് ജീവിച്ചു പോകുന്നത്. അയ്യോ സോറി, ഈ എന്റെ കാര്യം എന്റെ പേര് പറയല്ലേ. മലപ്പുറത്തുള്ള കാക്കിയത് ഇയാളെന്താ പറയുക, എന്റെ കഥ ഇജ്ജ് എന്താ പറയുന്നതല്ലാതെ എന്താന്ന് വെച്ചാലേ ഒരു നമുക്ക് നമ്മളെ പണിയാണ്. അതൊന്നുമല്ല. ആക്ച്വലി ഞാന് മലപ്പുറത്തൊരു പ്രയത്നം പിടിക്കാൻ പോയി. പാലയിലിരിക്കുന്ന സമയത്ത് അന്നൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെന്റെ മേത്ത് കയറിയതാ. ഇടയ്ക്കപ്പോ ഈ ഒരു ഇത് വരുവായിട്ട് സീരിയസ് ആയിട്ട്. പക്ഷെ എന്റെ മേത്താരെ കയറാന്നറിയോ, ഏതെങ്കിലും ഒക്കെ ഈ ശാന്ത അങ്ങനത്തെ ആൾക്കാർ കയറും. കാരണം ഈ ഫുൾ ടൈം പ്രേതങ്ങൾ പോലും വെറുതെ വിടുന്നില്ല. നമുക്ക് അടുത്ത കളിയിലേക്ക് വിചാരിച്ച പോലത്തെ ഒരു ആളെനിക്ക് കിട്ടില്ല. അപ്പൊ പരമേശ്വരമായിട്ട് ഇവിടെ ഉണ്ട്. ആരുമായിട്ട് എന്തിനു വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇയാളെ എനിക്ക് ചവിട്ടാനാ തോന്നുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, അതൊരു ആത്മാവാണ്. എടാ നാറി പരമേശ്വര, ഈ ഒരു കളി പോലും കിട്ടാണ്ട് ചത്ത ഒരുത്തനല്ലടാ കുരിപ്പേ. നിന്റെ ഇതെല്ലാം എന്തിനു നമ്മളറിയണോ? നീ വേറെ ഏതെങ്കിലും സെറ്റാക്കിത്താ. നിന്നെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മറ്റേ പിടിച്ചതാ. നീ എന്ത് ഈ പന്നാട് പെണ്ണ് എന്ന് വളരെ മോശമായിട്ടല്ലേ ഇതങ്ങനെ. എന്നാ അടുത്ത ആള് വേറൊരാള് ഇയാളെ വേണ്ട. ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം അതൊന്നും റിയലൈസ് ചെയ്യും. പിന്നെ ഈ വേഗത്തിൽ പിടിച്ചിട്ട് പെണ്ണ് ഇങ്ങനെ പിടിക്കലല്ല പണി. ഞാൻ ആത്മാക്കളെ ആവാഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു മര്യാദയെങ്കിലും കൊടുക്ക്. ശരി കാക്ക, നിങ്ങൾ ഒന്ന് സെറ്റാക്കി തരും. ഇത് ഒരു 1% ബാക്കിയെല്ലാം കോമഡി ഒക്കെ 1% ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ നമുക്ക് നിർത്താം. അല്ല അതെന്താ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു അയാൾക്ക് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് അങ്ങനെയാണ് പരമേശ്വരൻ പറഞ്ഞത്. സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് താല്പര്യമില്ല. വേറെ ആരും കണ്ടാ വേറെ അപ്പൊ അങ്ങനത്തെ ടെസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഒരാളല്ലേ ഉള്ളൂ. ഇവിടെ സെമിത്തേരി ആണെങ്കിൽ കുറെ ആൾക്കാരുണ്ടാവില്ലേ. ഞാൻ ഒരു കാര്യം പറയാം, പ്രേതം വന്നില്ല തന്ന പൈസ തിരിച്ചോണം. അത് ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. പ്രേതം ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്തോണ്ടാണ്. ഞാൻ കണ്ടു. നിങ്ങൾക്ക് അവന്റെ കണ്ണോക്കിയേ കണ്ടോ? അവന്റെ കണ്ണോക്കിയേ. അനക്ക് എന്തൊരു ഫീൽ ചെയ്തോ? പക്ഷെ എന്താണെന്നറിയോ, എന്താ രോഗം വയ്യാന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ കേട്ടതാണത്. ജാസിനെ കുറച്ചാണ് ശ്രദ്ധിച്ചോണ്ടിട്ടാ. ഇവിടുന്ന് ചിലപ്പോ അവനിലേക്ക് കൂടുതൽ അത് പോയിട്ടുണ്ടാവും. അങ്ങനൊരു വല്ലാത്ത ഫീൽ ഇല്ലേ? അണ്ട തന്ന കായ് മുതലേക്കണം. ഓനക്കൊരു എന്തോ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓന് ഫീൽ ചൂട്ടല്ലേ അങ്ങനെ കറക്കല്ലേ. വേറെ ആരെങ്കിലും വരും. പിടിക്കാത്ത ആൾക്കാർ പെണ്ണിനെ കിട്ടട്ടെ. ഇത് എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ആൾക്കാർ പ്രേക്ഷകരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇവിടെ വന്നിട്ട് ഇയാളാണോ അവന്റെ ഇരുത്താനുണ്ടല്ലേ അരമൂന്റെ വാരിനുണ്ട്. നീ നിന്റെ ബോഡി കൊണ്ട് എത്ര മുടികൊണ്ട് എന്താ അണ്ട പരമൂനെ അതറിയില്ല. പരമ്പൂലെ സത്യം പറ, ഈ പരമല്ലേ? ഞാൻ പരമ്പൂല അല്ല ബ്രോ, ഞാൻ വേറെ കാര്യം പറഞ്ഞ ഫിലിപ്പ്, ഇത് അല്ലെങ്കിൽ സാധാരണ വേറെ ഒരു ഇതാണെങ്കിൽ നമ്മള് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ആക്കിയിട്ട് കോമഡി ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് 1% ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ എന്താണെന്നറിയോ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു സോള് തയ്യാറാവണില്ല.
അതെന്താന്ന് അറിയില്ല. ഇവന്റെ ഈ കാമവർത്താനം കേട്ടായിരിക്കാം ചിലപ്പം തമാശ പറയാ. ഞാൻ മാറാം അങ്ങനെ കിട്ടുന്നില്ല. അല്ല ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഈ ഇരുന്നില്ലേ അന്ന ഒന്നും ഒരു പ്രയാസം കൂടെ വരില്ലാന്ന് ഉറപ്പാണ്. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ ഒന്നും ഇല്ലാണ്ട് ഇത് എക്സ്പീരിയൻസും ഇല്ല, പ്രയാസവും ഇല്ല, ലോട്ട പൈസയും പോയി. ഞാൻ പോയാൽ കിട്ടുമോ? എനർജി എന്ന് പറയുന്നത്. അല്ല എന്റെ പ്രസൻസ് ഇവിടെ വന്നില്ലേ, ഇനിയിപ്പോ വരാൻ ചാൻസ് കുറവാ. എന്നാ പിന്നെ പോയാലോ? നിങ്ങെന്താ ഈ പൈസ വാങ്ങിട്ട് എന്താ വർത്താനം പറയുന്നത്? വരില്ല ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്താണ്. വന്നിരുന്നു ഇപ്പൊ ഓർത്തു, ആളെ ഓർത്തു. ഇതെന്താ ഇത് പരിപാടി? ആളില്ലേ? കള്ളം മറ്റെന്താന്ന് പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു കള്ളക്കളവൻ. അല്ല എനിക്ക് പരമേശ്വരന് വേണ്ടല്ലോ, എനിക്ക് ശാന്തേനും ശുദ്ധേനൊക്കെ വേണ്ടത്. ഞാൻ എനിക്ക് ഞാൻ കാരണം നിങ്ങൾ തന്ന കായ്ക്കുള്ള പരമോൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, തന്ന കായ്ക്കുള്ള പരമോൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ. അനക്കത് പറ്റൂല, അനക്ക് ആരൊക്കെ വേണം? സുസ്നിത, പിന്നെ എനിക്കാരെ വേണ്ട അണി റോസ് ഒന്നും ഇവിടെ കൊല്ലാൻ പറ്റുമോ? കളവൻ വയസ്സായി 10-60 വയസ്സുള്ള എന്റെ റേഞ്ചിൽ കിട്ടുള്ളൂ മുത്തേ. എന്റെ റേഞ്ചിൽ എന്ത് അല്ലെ ജാസിയ ഈ പരമേശ്വരനെ. ഞാനൊരു കാര്യം പറയട്ടെ, അതുമല്ല ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിതത്തിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞ ഒരാൾ എന്റെ അടുത്ത് ഇയാളെന്താ പറയുന്നത്? ഇയാൾ ഇറക്കിടക്കതാ ഞാൻ ലാക്കിയും ചെയ്യുന്നു. എനിക്ക് തോന്നില്ല ഇയാൾക്ക് ഇതൊന്നും അറിയുന്നു. ഇത് ഇയാള് തട്ടിപ്പാന്ന്. ഇത് ഇത് മലപ്പുറത്തുള്ള ഏതൊരു കാക്ക വന്നിട്ട് എന്തോ ഫിലിപ്പ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നത്. ഇയാള് പരമേശ്വരൻ എന്നുള്ള പറഞ്ഞ ഏതോ കളവനെയും കൊണ്ട് തന്നെ നല്ല ഏതാ പൊമ്പിൾ അറിയാൻ പറ്റും തന്നെ അവരുടെ കഥകളെല്ലാം. ഞാൻ കാര്യം പറയട്ടെ, അങ്ങനെയല്ല സംഭവം വെച്ചാൽ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്തില്ല. അത് ഡെഡിക്കേറ്റ് ഞാൻ എന്റെ മൈൻഡിൽ പക്ഷെ ഇവന്റെ ആഗ്രഹത്തിന് വന്നിട്ട് എന്ത് ചെയ്തു ഇവ എന്ത് ചെയ്തില്ല. ഷമീർ എന്താ വന്നു? എന്തുവാന്ന് ഇയാൾക്ക് ഈ പരിപാടി അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഒന്നാമത് ഇതേതോ മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കിയത് ഇയാള്. ഇയാൾക്ക് ഇതിനെ കുറിച്ച് വലിയ ബോധം ഉണ്ടെന്ന് തോന്നില്ല. ഇത് ഇയാളെ പൈസയും വാങ്ങിട്ട് ഉടായിപ്പിനാ മറ്റേ ഇറങ്ങിയതാ. സമയം എത്രയായി? പറ്റേ പ്രയത്നം തരാണ്ട് ഇന്ന് ഇവിടുന്ന് പോവില്ല. ഞാൻ ഫസ്റ്റ് ഫിലിപ്പങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾ വലിയ സംഭവമാണ്. ഇപ്പൊ അതൊക്കെ മനസ്സിലായത് മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കയെ നീ വന്നിട്ടിരിക്കുന്നത്. ഇയാള് പൈസയുമായിട്ട് അവളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഏതോ 10-60 വയസ്സുള്ള ഏതോ ഒരു കളവൻ പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത് നാറീനെ നമുക്ക് പിടിച്ചത്. അയാൾ അങ്ങ് ജീവിതത്തിൽ കളിയും എടുത്തില്ല. ഇയാളെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, വിചാരിച്ചത് എന്റെ മൈൻഡിൽ അതാണ്. അന്റേതെല്ലാം ഇയാൾ പറയുന്നത്. ഫിലിപ്പ് എന്ന് പേരുള്ള ഒരാള് അന്റെ ഇജ്ജ് പൊലിവ് എന്നെല്ലാം പറഞ്ഞ് നടക്കോ? മലബാർന്ന് വന്ന ഫിലിപ്പോ? എന്റെ വീട് ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇത് കൊറേ നേരം ഈ ഉടായിപ്പിക്ക് ഇറക്കാൻ അറിയില്ല. ഇത് സ്കാമാന്ന് ചെയ്യാതെ പൈസ വാങ്ങിയെങ്കിൽ പ്രയത്തിന് തരണം. അത് നല്ല നമ്മള് പറയുന്ന പോലത്തെ മുമ്പിൽ തന്നെ തരണം. അപ്പൊ ഇതിനെ ഇജ്ജെന്നൊക്കെ പറയണം കൂടുതൽ. അപ്പൊ മലബാറിലെയോ? ഏയ് കാക്ക അല്ല കാക്കല്ല വാങ്ങിയ എന്റെ അടുത്ത് പ്രേതം എടുത്തോടാ. പ്രേതം എടുത്തു. ഇതും പറഞ്ഞിട്ട് പൈസ വാങ്ങിട്ട് ആളെ ഉടായിപ്പാക്കുന്ന പാറ്റാട്ടെ ഓജോ ഓടും. ആര് വരുന്നുണ്ട് ഇപ്പഴേ? ആര് വരാ? ഇത് പറഞ്ഞിട്ട് അത് പറ്റി ഒരു ചോട്ട് കൊടുത്തേടാ. പിന്നെ ഇത് വരുന്നില്ല. നമ്മളെ പറ്റിക്കാൻ ഇറങ്ങിയതാ. പിന്നെ പ്രേതം ഉണ്ട് പറഞ്ഞിട്ട് ഓടുത്തു. ഇത് കാണുന്നില്ലല്ലോ. വിളക്ക് കാണിച്ചിട്ടാണ് നമ്മൾ ഇയാള് പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും സമയമായിട്ട്. ഇനി അതെ പ്രശ്നമുണ്ട്. നമുക്ക് നാളെ ഉദ്ഘാടനം ഉണ്ട് കോഴിക്കോട്. പോണം. അന്നൊന്നും പ്രയത്നം വേഗം എത്തിക്കാൻ പോണം. അത് നിങ്ങൾക്ക് വേറൊരു ആശയം നിങ്ങളെ മനസ്സിലുണ്ടല്ലേ? എന്താ ആശയം? പുതിയ സ്ക്രിപ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തോട്ട് നിങ്ങൾ യാത്ര ചെയ്യാണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും എഫേർട്ടിൽ ഇട്ടല്ലോ. നിങ്ങൾ എക്സ്പീരിയൻസ് തരുവാണെങ്കിൽ നമുക്ക് ഹാപ്പി. ഇത് നടക്കോ? എന്റെ സിൽക്ക് സ്മിത എന്നല്ലാന്ന് നിങ്ങൾ പൈസയുമായിട്ട് പ്രയത്തിനെ കാണിച്ചു പരമേശ്വരൻ എന്ന് പറഞ്ഞ കളവനൊന്നും നമുക്ക് വേണ്ടേ? എടാ അതേ കിട്ടുള്ളൂ. ഇവിടെ ഉള്ള പ്രയത്തിൽ വരാൻ പറ്റുള്ളൂ. ഉള്ള പ്രയത്നം എല്ലാരും കൂടി എന്നെ ഫേക്ക് ആക്കരുത് പ്ലീസ്. പിന്നെ ഇത് ഓർത്ത് ഇത് കുരിപ്പിന്റെ മറ്റേ കളി മതിയാക്കിയ സൗണ്ടെല്ലാം പോയി. സൗണ്ട് കെട്ടുന്നതാണ്. ഏത് പ്രേതം? ഇല്ലാത്ത ഏതോ പ്രേതം നമ്മ കണ്ടില്ല. നമ്മ ഒരാള് പ്രേതം എന്ന് പറഞ്ഞിട്ട് കൊറേ സമയം പറ്റിക്കാൻ തുടങ്ങി. നോക്കിയേ
സൗണ്ട് പോയി. കൊണ്ടുപോയാ കട്ട വിട്ടു സൗണ്ട് എന്ത് സ്കാമ ഓജോ നോട്ടെ ജോക്കടാ ഓജോ നോട്ട് എടാ ഓക്കെ കുറച്ച് കോമഡി ഒരു മാസത്തിലെങ്കിലും ഒരു പ്രേതത്തിന്റെ പ്രസൻസ് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ അറിയില്ല, പ്രേതം ഇല്ലാത്തതാണ് നമുക്ക് വന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാത്തോണ്ടായിരിക്കോ? ഗ്ലാസ് ഇല്ലാത്തോണ്ടാ ആണോ? വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും. വെള്ളിയാഴ്ച എന്താ പ്രയത്തിന് ചുമാക്ക് പോണം? എന്താ ഈ പറയുന്ന ഇയാള്? എടാ ഇയാൾ ഉടായിപ്പാടാ, ഇയാൾ ഉടായിപ്പ. ഇത് പ്രേതം വരുമെന്ന് പറഞ്ഞ അന്നെ നീ പിടിച്ച് കൊണ്ടെത്തിയത് എന്ത് പരിപാടിയാ? ഏതോ പരമേശ്വരൻ ഇയാളെല്ലാം ഉള്ളതെന്നാണെന്ന് ആർക്കറിയാം. ഇയാളെന്നെ ഡ്രസ് ഇട്ടാലും എന്ത് നിങ്ങൾ ഇതാവോ? അതെന്ത് എന്നാ പോലീസ് ഡ്രസ് ഇട്ട ആളല്ലേ പോലീസ് ആവോ? ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് പരമൊന്നും പറഞ്ഞാ എന്തെങ്കിലും പേര് കാക്കാം. പരമോ ചിലപ്പോ പരമോ അല്ല, പരമോന്ന് ഇത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് പറയാൻ? അതിനോട് സംസാരിക്കാൻ താല്പര്യം പറയാൻ ഇൻസൾട്ട് ചെയ്തത് പോയി. അത് നീ മനസ്സിലാക്കി. നീ അയാളോട് പറഞ്ഞു നിങ്ങള് മക്കളുണ്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവ് ഉണ്ടെന്ന് ചോദിച്ചാൽ അയാളോട് നിൽക്കുവോ? പിന്നെ നമ്മ എന്തിനാ ഈ പരമോ എന്ന് പറയുന്ന ആളെ വിശേഷങ്ങൾ നമ്മ എന്തിനാ? ഇതാ പരമോ. എനിക്ക് തോന്നുന്നു കൊയ്യാക്കോട്ട് കണ്ടിട്ട് വേറെ പ്രായത്തിന്റെ ആവശ്യമില്ല. കൊറേ ലേറ്റ് ആയി. ഇനിയിപ്പോ അറിയിട്ടില്ലെങ്കിൽ അതൊരു മീറ്റിംഗ് ഉള്ളതെന്ന് പോയിട്ട് സൗണ്ട് കട്ട് വിശ്വസിക്കണം. വിശ്വസിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. അല്ലടാ, ഞാൻ സത്യമായിട്ട് പറഞ്ഞത് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയത് സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പോവാ ഇതെന്തിനാ? ഇത് ആവശ്യമുണ്ട്, ഇത് കളിക്കാം. ഇത് അടുത്ത ആൾ വിളിക്കണ്ടേ? അടുത്ത് ഇയാള് വെച്ചിട്ട് സെമിത്തേരി കിട്ടിയ പോലെ കളിക്കാം. അല്ല, സെമിത്തേരി കുറച്ച് നല്ല കളക്ഷൻ. ഇതെന്താ ഫസ്റ്റ് ഇയാളേതോ മലപ്പുറത്തുള്ള കാക്ക ഇതിനിറങ്ങിയ സെമിത്തേരി കിട്ടിയാ നല്ല കളക്ഷൻസ് ഉണ്ടാവുന്നു. ഇതെന്താന്ന് ബസ് സ്റ്റോപ്പിൽ പെമ്പിള്ളേരെ പിടിക്കാൻ ഇറങ്ങിയതാ. നിങ്ങള് സെമിത്തേരിയിൽ ആദ്യം പറഞ്ഞത് സെമിത്തേരിയില് നല്ല ചെറിയ പ്രായമുള്ള 10-25 വയസ്സുള്ള പെമ്പിള്ളേർ. അത് പരമേശ്വരനാണ്. നിങ്ങളൊരു ചോയ്സുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ ശരിയാണ്. ഈ കുറ്റിക്കാട്ടില് ഏതോ ഒരു നരകത്തിൽ വന്ന പോലത്തെ ഈ സ്ഥലത്ത് വന്നിട്ട് സെമിത്തേരി പിടിക്കാം. ഒരു കാര്യം പറയട്ടെ, ഇതുപോലത്തെ ആംബിയൻസിൽ അതുപോലത്തെ ആളെ കിട്ടുള്ളൂ. കുറച്ചുകൂടി നല്ല ആംബിയൻസ് എന്ത് ചെയ്യും, കുറച്ച് നല്ല ആൾക്കാർ വരും. എന്നാ കോളേജിന്റെ അടുത്ത് കോളേജിന്റെ അടുത്താണ് ചെയ്യാം. നിന്റെ ബാഗ് എടുത്തില്ല. ഇതിങ്ങനെ പുറത്തേക്കുള്ള വഴി മാപ്പ്. ആരാ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് സെമിത്തേരി എല്ലാവരും തരും. അവിടെ ഈ പരമേശ്വരൻ മാത്രമേ ഉള്ളൂ. നമുക്കിത് എവിടെയും നല്ല സാധനത്തിന് കിട്ടാം. അല്ല അങ്ങനല്ല, ഷെമീറ ഈ സാധനം എന്ന് പറയല സോൾ അല്ല സോളാങ്ക് സോള് ഇതിനെ കിട്ടുക എവിടെയെന്ന് നല്ല കോളേജിന്റെ മാത്രം പോയാലോ? ഷെമീറിന് മിക്കവാറും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ സോളിന് നോക്കാൻ പോകണം. ചായ കുടിക്കാൻ ഇവിടെ സത്യം മിൽമയല്ല ചായ കുടിക്കാൻ. സത്യമായിട്ടും ഒരു നെഗറ്റീവ് എനർജി എനിക്ക് കാണുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ശരി, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ശരിക്കും ഇത് തന്നെയാ ഈ പിടിക്കാൻ? എന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ? ഫിലിപ്പ്. അതെന്താ എനിക്ക് സംശയം? പേരിട്ട് അങ്ങനെയാവോ? ഞാൻ ഇപ്പൊ ആലോചിക്കണം, അറിയോ? കുര്യാക്കോസ് അല്ല, സോറി, പരിപാടി ആയിപ്പോയി. വളരെ കുര്യാക്കോസ് പറയുന്നുണ്ട്, കുര്യാക്കോസിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇത് ആൾക്കാരെ മുട്ടന്മാരാക്കുന്ന പരിപാടി ആയിപ്പോയി. കാരണം എന്താന്ന് ഈ ഓജോയില് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രേതം സാധനമൊന്നും ഇല്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇനി നല്ലൊരു ഓജോ ബോർഡ് സ്പെഷ്യലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ
അന്നത് തെളിയിച്ചു എനിക്ക് പ്രേതമുണ്ട് തന്നെ തെളിയിച്ചു അതൊരു ചലഞ്ചാണ്. അല്ലല്ല ഞാൻ പറയട്ടെ ചാറ്റിലുള്ള ആൾക്കാരോട് ഞാൻ പറയാം ഇങ്ങനെ കൊന്നതല്ല പ്രേതം